ചസുകിയുടെ പ്രവചനം സത്യമാവുകയാണ്. പുസ്തകത്തിൽ പ്രവചിച്ച അതേ സ്ഥലത്ത് ഇപ്പോൾ പ്രകമ്പനങ്ങൾ കാണുകയാണ്. ജപ്പാനിൽ ജൂലൈ 5 വലിയ പ്രകൃതി ദുരന്തമുണ്ടാകുമെന്നുള്ള മാംഗ ആർട്ടിസ്റ്റ് റിയോ ചസുകയുടെ പ്രവചിച്ചിരുന്നത് പോലെ തന്നെ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ലോകം മുഴുവനും. ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള കടലിനിടയിൽ ഒരു വിള്ളൽ ഉണ്ടാകുമെന്നും ഇത് 2011 ടോഹോക്കു സുനാമിയേക്കാൾ 3 ഇരട്ടി ഉയരമുള്ള തിരമാലകൾക്ക് കാരണമാകുമെന്നും അവർ പ്രവചിച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രത്യേക മേഖലയിൽ കടലിനടിയിലെ ചില അസാധാരണമായിട്ടുള്ള ചലനങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ചസുകിയുടെ പ്രവചന യാഥാർത്ഥ്യമാകുമോ എന്നുള്ള ചോദ്യം ഉയർത്തുകയാണ്. അതായത് ഫിലിപ്പീൻ സീ പ്ലേറ്റ് ജപ്പാനിനടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ഡക്ഷൻ സോണായ നാൻകായ് ട്രോഫിലേക്ക് സോ സ്ലീപ്പ് ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്നതായിട്ടും ഈ ഒരു ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം കണ്ടെത്തി. സാധാരണയായിട്ട് പെട്ടെന്നുണ്ടാകുന്നത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നതുമായ ഭൂകമ്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ലോ സ്ലീപ്പ് ഭൂകമ്പങ്ങൾ വളരെ സാവധാനത്തിലാണ് സംഭവിക്കുന്നത്. ഇവ പെട്ടെന്നുള്ള കുലുക്കങ്ങൾ ഉണ്ടാകാറില്ല, മറിച്ച് ദിവസേന മില്ലിമീറ്റർ നിരക്കിൽ മാത്രം ഭൂമിയിലൂടെ പതിയെ സഞ്ചരിക്കുകയും സമ്മർദ്ദം പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിഭാസം അപൂർവമാണ്. പസഫിക് സമുദ്രത്തിനടിയിൽ ജപ്പാന്റെ തീരത്താണ് ഇവ കൂടുതലായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ജപ്പാൻ നേരിടുന്ന ഭൂകമ്പ സുനാമി ഭീഷണികളിൽ നാൻകായ് ട്രോഫ് മേഖലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അഡ്വാൻസ്ഡ് ബോർഹോൾ ഒബ്സർവേറ്ററികൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഈ ഒരു തകരാറിനടുത്ത് സൂക്ഷ്മമായിട്ടുള്ള ഭൂകമ്പ ചലനങ്ങൾ കണ്ടെത്തി. ഈ മേഖലയിൽ വർഷങ്ങളായി നേരിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അവ കണ്ടെത്താൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമാണെന്നാണ് പഠനം പറയുന്നത്. 2015 പിന്നീട് 2020 സ്ലോ സ്ലീപ്പ് ഭൂകമ്പങ്ങൾ ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ടു. പുതിയ ബോർഹോൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഒരു നിരീക്ഷണങ്ങൾ നടത്തിയത്. ഈ തകരാറിന്റെ 20 മൈലോളം ഭാഗത്ത് നേരിയ പ്രകമ്പനങ്ങൾ അനുഭവപ്പെടുന്നതായി കണ്ടെത്തി. ജപ്പാനിലെ കീയി പെനിൻസുലയിൽ നിന്ന് ഏകദേശം 30 മൈൽ അകലെയാണ് ഈ ഒരു ചലനം ആരംഭിച്ചത്. കടലിനടിയിലെ 100 കണക്കിന് അടി താഴ്ചയിൽ കുഴിച്ചാണ് ശാസ്ത്രജ്ഞർ ബോർഹോൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത്. കടലിനടിയിലെ ഹോൾട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള തത്സമയ വിവരങ്ങൾ ഇത് നൽകുന്നുണ്ട്. ഡേറ്റ വിശകലനം ചെയ്ത ജോഷ് എഡ്ജിംഗ്ടൺ സ്ലോ സ്ലീപ്പ് ഭൂകമ്പങ്ങളെ പ്ലേറ്റ് ഇന്റർഫോഴ്സിലൂടെ നീങ്ങുന്ന ഒരു ഓളത്തിന്റെ സ്ഥാനമായാണ് വിശേഷിപ്പിച്ചത്. ഈ ഭൂകമ്പങ്ങൾ പെട്ടെന്നുള്ള നാശം ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും സബ്ഡക്ഷൻ സോണുകളിലെ തകരാറുകളുടെ സ്വഭാവം അവയ്ക്ക് സുനാമികൾ ഉണ്ടാകാനുള്ള സാധ്യതയും മനസ്സിലാക്കാൻ ഇവ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ പസഫിക് നോർത്ത് വെസ്റ്റിലെ കാസ്കേഡിയ ഫോൾട്ട് വ്യത്യസ്തമാണ്. ഈ നാൻകായ് അപേക്ഷിച്ച് നിശബ്ദമാണ്. ഈ തകരാർ പൂട്ടിയിരിക്കുകയാണെങ്കിലും ഊർജം അടിഞ്ഞുകൂടുകയും പിന്നീട് മാഗ്നിറ്റ്യൂഡ് 9 മെഗാ ത്രസ്റ്റ് ഭൂകമ്പങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുമെന്നതാണ് ആശങ്ക. സമാനമായ ബോർഹോൾ ഒബ്സർവേറ്ററികൾ കാസ്കേഡിയയിലും പസഫിക് റിംഗ് ഓഫ് ഫയറിലെ മറ്റു ഫോൾട്ട് ലൈനുകളിൽ സ്ഥാപിക്കാൻ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭൂകമ്പമോ സുനാമിയോ രാജ്യത്തുണ്ടാകുമെന്നുള്ള വ്യാപകമായ അഭ്യൂഹങ്ങളെ തുടർന്ന് തന്നെ ജപ്പാനിലേക്കുള്ള യാത്ര ആളുകൾ ഇപ്പോൾ ഉപേക്ഷിച്ചു. 1995 കോബെ ഭൂകമ്പവും 2011 ടൊഹോക്കു സുനാമിയും പ്രവചിച്ച ജപ്പാന്റെ ബാബ വാങ്കി എന്ന് അറിയപ്പെടുന്ന റിയോ ചസുകയുടെ 2021 ദി ഫ്യൂച്ചർ ഐ സോ എന്ന ബുക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു പ്രവചനം. കഴിഞ്ഞ ദിവസങ്ങളിലെ ജപ്പാനിലെ ടോഗര ദ്വീപുകളിൽ 5.5 തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂകമ്പം ഉണ്ടായിരുന്നു. തുടരെയുള്ള ഇത്തരം ഭൂകമ്പങ്ങൾ നാളെ ഉണ്ടാകാൻ പോകുന്ന മഹാദുരന്തത്തിന്റെ സൂചനയാണോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ലോകം. ബാബ വാങ്കയുടെ മറ്റൊരു പ്രവചനവും ഇപ്പോൾ കൂടുതൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ജപ്പാനും ഫിലിപ്പീൻസും തമ്മിൽ കടലിനടിയിൽ ഒരു വിള്ളൽ ഉണ്ടാകുമെന്നും അത് വലിയ തിരമാലകൾക്ക് കാരണമാകുമെന്നും, അതായത് 2011 ജപ്പാനിൽ ഉണ്ടായ മാരകമായ സുനാമിയേക്കാൾ 3 ഇരട്ടി വലുതായിരിക്കും വാങ്കയുടെ പുസ്തകത്തിലുണ്ട്. ഇപ്പോൾ പ്രദേശത്ത് ഭൂമിക്കടിയിലെ സമാനമായ എന്തോ സംഭവിക്കുന്നതായിട്ടും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. ഭാവിയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന്റെ ഒരു മുന്നറിയിപ്പായിരിക്കും ഇതെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 1400 വർഷത്തിനിടെ ജപ്പാനിലെ നങ്കായ് ത്രോയിൽ ഓരോ 100 മുതൽ 200 വർഷത്തിനിടയിലും മെഗാ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. 1946 ഏറ്റവും ഒടുവിലായിട്ട് ഇത് സംഭവിച്ചത്. റിക്ടർ സ്കെയിലിന് 8.1 8.4 ഇടയിലുള്ള ഒരു തീവ്രതയാണ് അന്ന് രേഖപ്പെടുത്തിയത്. 2011 റിക്ടർ സ്കെയിലിന് 9 മുതൽ 9.1 വരെ രേഖപ്പെടുത്തിയ ഒരു അണ്ടർ വാട്ടർ മെഗാ ത്രസ്റ്റ് ഭൂകമ്പവും ജപ്പാനെ പിടിച്ചുകുലുക്കി. ഇതിനു പുറമെ 2011 ദുരന്തം ജപ്പാൻ ഇതുവരെ അനുഭവിച്ചതിലൊരു ഏറ്റവും ശക്തമായ ഒരു ഭൂകമ്പമായിരുന്നു. നങ്കായ് ത്രോയിൽ അടുത്ത 30 വർഷത്തിനുള്ളിൽ 7 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത 82% എന്നാണ് അധികൃതർ പറയുന്നത്. അത്തരം ഒരു ഭൂകമ്പത്തിൽ 2,98,000 പേര് വരെ കൊല്ലപ്പെടുകയും $2 ട്രില്യൺ വരെ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ജപ്പാനിലെ ഭൂകമ്പ ഗവേഷണ സമിതിയുടെ കണക്കുകൂട്ടൽ.
ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കലിനും തയ്യാറെടുക്കാൻ നിവാസികൾക്ക് അധികൃതർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഉറങ്ങാൻ പോലും ഭയമാണ് എന്നാണ് ഒരു നിവാസി പ്രാദേശിക ബ്രോഡ്കാസ്റ്റർ എംബസിയോട് പറഞ്ഞത്. എപ്പോഴും വിറയ്ക്കുന്നത് പോലെ തോന്നുന്നു. ടോഗര മേഖലയിൽ മുൻപും ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഏറ്റവും പുതിയ ഒരു കുലുക്കങ്ങളുടെ ഒരു ആവർത്തി അസാധാരണമാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്ന പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സജീവ രാജ്യങ്ങളിൽ ഒന്നാണ്. ഇവിടെ വർഷം തോറും ഏകദേശം 1500 ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. 12 ടോഗര ദ്വീപുകളിൽ 7 എണ്ണത്തിൽ ഏകദേശം 700 പേര് താമസിക്കുന്നുണ്ട്. ഈ വിദൂര ദ്വീപുകളിൽ ചിലതിൽ ആശുപത്രികളുമില്ല. ഏറ്റവും അടുത്തുള്ള ആശുപത്രി എന്ന് പറയുന്നത് പ്രീഫെക്ചറൽ തലസ്ഥാനമായ കഗോഷിമയിലേക്ക് മുഖേന കുറഞ്ഞത് 6 മണിക്കൂർ യാത്ര ചെയ്യണം. ഭൂകമ്പങ്ങൾ വരുന്നതിന് മുൻപ് പ്രത്യേകിച്ച് രാത്രിയിൽ കടലിൽ നിന്ന് വിചിത്രമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കാം. അവ ഭയപ്പെടുത്തുന്നു എന്നതാണ് അഗുസെജിമ ദ്വീപിലെ ചിസുക്കോ അരിക്കാവ ദി അസാഹി ഷിബൂൺ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവരും ക്ഷീണിതരാണ്, ഞങ്ങൾക്കിത് നിന്നു പോകണം. 54-കാരിയായ ചിസുകോ കടലിനോട് ചേർന്ന് തന്നെ ഭർത്താവിനോടൊപ്പം കന്നുകാലി ഫാം നടത്തുന്നവർ പറഞ്ഞ വാക്കുകളാണിത്. ഇത്രയധികം ഭൂകമ്പങ്ങൾക്ക് ശേഷം അഗുസെജിമയിലെ പ്രാദേശിക നിവാസികളുടെ അസോസിയേഷൻ തലവനായ 60-കാരനായ ഇസാമ സഗമോട്ടോ പറഞ്ഞതും വില്ലേജിൽ ചില നിവാസികൾ ഉറക്കക്കുറവും ക്ഷീണവും അനുഭവിക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. മാധ്യമങ്ങൾ അമിതമായിട്ടുള്ള അന്വേഷണങ്ങളും അഭിമുഖങ്ങളും ഒഴിവാക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു. ടോഗര ദ്വീപുകളിലെ ചില ഗസ്റ്റ് ഹൗസുകൾ ഭൂകമ്പങ്ങൾ കാരണം വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ടെന്നും അവ പ്രാദേശികർക്ക് അഭയ കേന്ദ്രങ്ങളായി ഉപയോഗിക്കപ്പെട്ടേക്കാം എന്നാണ് ടോഷിമ വില്ലേജ് വെബ്സൈറ്റിൽ അറിയിച്ചിരിക്കുന്നത്.